ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ, ഇന്ന് നമുക്ക് കാറ്ററിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ 5 കിലോ ചിക്കൻ ബിരിയാണിക്കുള്ള ഓർഡറാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് കമൻറ്റിൽ ചെറിയ കൂട്ടുകാരൊക്കെ ചോദിക്കലുണ്ട്, പിന്നെ നിങ്ങളിങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉപകാരമായി എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ കുറേ കൂട്ടുകാർ ഇപ്പോൾ കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഉപകാരമാവും അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 5 കിലോ ബിരിയാണിക്കുള്ള കറക്റ്റ് അളവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടോക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 5 കിലോ ചിക്കൻ ബിരിയാണിക്കുള്ള ഓർഡറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഞാൻ പോയിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് 6 കിലോ ചിക്കനാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. 5 കിലോനാണ് നമ്മളെ ബിരിയാണിക്ക് എടുക്കുന്നത്. പക്ഷെ 1 കിലോ നമ്മൾ അധികം വാങ്ങിച്ചതാണ് കേട്ടോ നമുക്ക് വീട്ടിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മളവിടെ ചിക്കൻ്റെ റേറ്റ് 210 രൂപയാണ് കേട്ടോ 1 കിലോ ചിക്കന്. ഇറച്ചിക്കാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഞാൻ ഒരു ചെമ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്, പക്ഷേ മഴ ചാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നനയാനാവില്ല എന്ന് വിചാരിച്ചിട്ട് സിങ്കിൽ ഇതാ ഞാൻ ചെമ്പ് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കല്ലിപ്പിട്ടിട്ട് നല്ലോണം കൈകൊണ്ടാണ് തിരുമ്മി കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ കഴുകാൻ നിന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഇവിടുത്തെ അമ്മയുണ്ട്, അതേപോലെ തന്നെ എൻ്റെ നാത്തൂൻ്റെ മോനും വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടാളും എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ സവാളൊക്കെ തൊലി കളഞ്ഞു കൊടുക്കുന്നുണ്ട് ഉമ്മ. അപ്പോൾ നാത്തൂൻ്റെ മോന് സവാളൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഉമ്മ തൊലിയൊക്കെ കളഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ കമൻറ്റിൽ കണ്ടിട്ടുണ്ടേനി ഉമ്മാനെ അനിയത്തിക്കുട്ടിനെ ഇപ്പോൾ കാണണമെന്നല്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഉമ്മ എന്നും വരലുണ്ട്, അധികം ദിവസവും വരും. എനിക്ക് അങ്ങോട്ട് പോകാൻ കൂടിയിട്ടില്ലെങ്കിലും ഉമ്മ അധിക ദിവസവും വരലുണ്ട് കേട്ടോ. ഉമ്മ ഇപ്പം നമ്മളെ അനിയത്തിക്കുട്ടിയൊക്കെ വരലുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കലില്ല എന്നുള്ളൂ. എനിക്ക് ഈ ചിക്കൻ കഴുകാനാണ് കേട്ടോ കുറേ ടൈം വേണ്ടത്. അപ്പോൾ എന്തായാലും ചിക്കനൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ലേനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ചിക്കൻ വാങ്ങാൻ വേണ്ടി പുറത്ത് പോയതാണ് രാവിലെ. അപ്പോൾ ഞാൻ പൊറോട്ട കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. നമ്മൾ റിച്ചുമോന് പൊറോട്ട തിന്നാൻ പൂതിയേക്കണ് ഇന്നലെ പറയൽ തുടങ്ങിയിരിക്കണം കേട്ടോ. അപ്പോൾ അന്ന് പൊറോട്ട ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പൊറോട്ടയും ചായയൊക്കെ ഞാനും കുടിച്ചു, ഓർക്കും ചായയൊക്കെ കൊടുത്തു. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 150 ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതേപോലെ 200 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു 2 പോണ വെളുത്തുള്ളി ഞാൻ മാറ്റി വെച്ചിന് കേട്ടോ. 200 ഗ്രാം മൊത്തമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഞ്ചിനെക്കാട്ടിലും വെളുത്തുള്ളി കുറച്ച് മുന്നിട്ട് നിൽക്കണം കേട്ടോ. വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം, അപ്പോഴാണ് ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമ്മൾ 200 ഗ്രാം പച്ചമുളക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 150 ഗ്രാമൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. കാരണം നല്ല എരിവുള്ള മുളകാണ്. പിന്നെ ഈ ഉണ്ടമുളക് ഉണ്ടല്ലോ അതാണ്. അപ്പോൾ എരിവ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകൊക്കെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. അതേപോലെ തന്നെ 4 നാരങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ നാരങ്ങയാണെങ്കിൽ 5 നാരങ്ങ എടുക്കണം 5 കിലോ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മളെടുത്ത നാരങ്ങ ഒന്ന് വലുതേന്, അങ്ങനെ 4 നാരങ്ങ ആയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇനി നമുക്ക് ചിക്കനിൽ മസാലയൊക്കെ ഒന്ന് തേച്ച് വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാനൊരു ചെമ്പുക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് സുർക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊക്കെ കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് ചിക്കനിൽ മസാല നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഒരുപാട് മസാലയൊന്നും ഇല്ലത്, കുറച്ച് മസാലയുള്ളൂ. ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയേ ചെയ്യുള്ളൂ കേട്ടോ. ഒരുപാട് സമയം അങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് നെരിച്ച് ഫ്രൈ ചെയ്തെടുക്കുകയൊന്നും ചെയ്യണില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയേ ചെയ്യണുള്ളൂ. പിന്നെ കുറേ മസാല ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ചട്ടിയിൽ അങ്ങനെ ആ മസാലയൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്കങ്ങനെ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചിക്കനൊന്ന് വെളിച്ചെണ്ണയിൽ കടന്നിട്ട് ഒന്നിങ്ങോട്ട് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിക്കാരം നമ്മളെ ബിരിയാണീൻ്റെ മസാലയ്ക്ക്. അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ തേച്ച് വെച്ച് പിന്നെ ഞാൻ വന്നിട്ട് ഇത് അടുപ്പ് കത്തിക്കുന്നുണ്ട്. അപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. പിന്നെ എന്തായാലും ഞാനിതാ വന്ന് അടുപ്പ് കത്തിച്ചിട്ടിട്ട് നമുക്കിന്ന് ഉച്ചക്കാണ് കേട്ടോ. 1 മണിയാകുമ്പോഴാണ് നമുക്ക് ഈ ബിരിയാണി കൊടുക്കേണ്ടത്. അപ്പോൾ തന്നെ വേഗം റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ ടൈം 9:30 ആയിക്കണ്. അപ്പോൾ ഒരു 11:45 ആകുമ്പോഴത്തേന് നമുക്ക് ചോറ് ദമ്മിലാവണം.
അപ്പോൾ ഞാൻ എന്താ വേഗം വന്നിട്ട് അടുപ്പൊക്കെ കത്തിച്ച് നമ്മളെ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടേന്. എന്നിട്ട് അതിക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അങ്ങനെ ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. 500ൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനും ഒഴിച്ചിട്ടില്ല, കുറച്ച് അതിൽ ബാക്കിയുണ്ട്. അപ്പോൾ ഒന്നായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് ഫ്രൈ ആയി വരികയും ചെയ്യും. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒക്കെ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒരുപാട് ഒഴിച്ചു കൊടുത്താണ്ട് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ട്രിപ്പ് ചിക്കനൊക്കെ അതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട്, വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വെളുത്ത കളറായിട്ടൊക്കെ തോന്നാം. അപ്പോൾ നമ്മൾ കളറും കാര്യങ്ങളൊന്നും ചേർക്കലില്ല കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് ഫുഡിന് ഓർഡർ തരുന്നത് എന്തിനാ, മായമൊന്നും ഇല്ലാത്ത നല്ല ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെറുതെ കളറൊന്നും ചേർത്താണ്ട് ഫുഡ് എന്താ പറയുക കേട് വരുത്തണ്ടല്ലോ, അത് വിചാരിച്ചിട്ടാണ് കേട്ടോ കളറും കാര്യങ്ങളൊന്നും ചേർക്കാത്തത്. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ തന്നെ ഇതാ ഉമ്മയും നാത്തൂൻ്റെ മോനും കൂടിയിട്ട് സവാളയൊക്കെ അരിഞ്ഞ് തക്കാളി അതേപോലെ പിന്നെ മല്ലിയിലയും പുതിനയിലയും ഒക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2.5 കിലോ സവാളയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. 2.5 കിലോ സവാളയും നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ നമ്മൾ ഇതിലേക്ക് ഇടൂല, കുറച്ച് നമുക്ക് തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതേപോലെ ചോർക്കും കുറച്ച് ഫ്രൈ ചെയ്തെടുക്കണ്ടേ, അപ്പോൾ ഒക്കെ കൂടെ അങ്ങോട്ട് അരിഞ്ഞെടുത്തേക്കാണ് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ളത് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് ആ ഒരു എണ്ണയിൽ തന്നെ ഇതാ ഞാൻ സവാള വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അരിഞ്ഞു വെച്ച സവാള കുറച്ചവിടെ മാറ്റി വെച്ച് ബാക്കിയുള്ളത് ഈ ഒരു ചട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേന്. പിന്നെ അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിക്കണ്, കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കട്ടെ. അങ്ങനത്തെ ഉരുളിയിലാവുമ്പോൾ എന്താ പറയുക പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും കേട്ടോ. നമ്മൾ വീട്ടിലൊക്കെ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇവിടെ അധികം ചെമ്പാണുള്ളത്, ഈ അലുമിനിയത്തിൻ്റെ ചെമ്പുണ്ടല്ലോ അങ്ങനത്തെ ചെമ്പാണ് കേട്ടോ. അങ്ങനത്തെ ചെമ്പിൽ സവാളയൊക്കെ വാട്ടാൻ നിന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് പിന്നെ അടിയൊക്കെ പെട്ടെന്ന് കരിയും. അപ്പോൾ ഈ ഒരു ഉരുളിയിലാകുമ്പോൾ നല്ല സുഖമാണ്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഉരുളി തന്നെ എടുത്തിക്കണത്, ചിക്കൻ ഫ്രൈ ചെയ്യാനും അതേപോലെ തന്നെ സവാളയൊക്കെ വഴറ്റിയെടുക്കാനൊക്കെ. അപ്പോൾ സവാള ഒന്ന് വഴന്ന് വന്നതിന് ശേഷം അതിക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നമ്മൾ ചതച്ച് വെച്ചിരുന്നല്ലോ അതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനും കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചോറ് ഉണ്ടാക്കുമ്പോൾ അരി തിളപ്പിച്ച് ഊറ്റുമല്ലോ, അപ്പോൾ ആ വെള്ളത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയൊക്കെ അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നപ്പം തക്കാളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി നമ്മൾ 750 ഗ്രാം തക്കാളിയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിനത്. അപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ വഴന്ന് വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ബിരിയാണി മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ബിരിയാണി മസാല 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ ബിരിയാണി മസാല. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി നമ്മൾ ചേർക്കണില്ല കേട്ടോ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാല ചെറിയൊരു പാക്കറ്റാണ് ഇട്ട് എടുത്തിരുന്നത്. അത് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം മസാല തേച്ച് വെച്ചല്ലോ, അപ്പോൾ അതിക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഇതിക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ മസാലപ്പൊടികളെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് വെച്ച് നാരങ്ങ നീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നാരങ്ങ ഞാൻ പറഞ്ഞല്ലോ 4 നാരങ്ങയായിട്ട് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ കുറച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് അരി തിളപ്പിച്ച് ഊറ്റണ ആ ഒരു വെള്ളത്തേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ 1 പാക്ക് തൈരും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തൈര് 1/2 ലിറ്ററാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചേർത്ത് മസാല നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കനായിക്ക് ഇട്ടുകൊണ്ട് ഞാൻ ഇളക്കണില്ല കേട്ടോ, കാരണം അത് ചെറിയ പാത്രം ആയതുകൊണ്ട് ചിലപ്പോൾ പുറത്ത് പോകും. അപ്പോൾ ഞാനത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമുക്ക് അരി തിളപ്പിച്ചുവിട്ടാനുള്ള ചെമ്പ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്കും വെള്ളം അതേപോലെ തന്നെ കൊണ്ടുവന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെമ്പുക്ക് ഒന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ ചെമ്പ് അടുപ്പത്തേക്ക് ഒറ്റയ്ക്ക് പിടിച്ച് വെക്കാൻ കഴിയൂല. അപ്പോൾ പിന്നെ ഇങ്ങനെ ചെറിയ പാത്രത്തിലാക്കിയിട്ട് കുറേശ്ശെ അങ്ങനെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്തേക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള സംഭവമാണ് കേട്ടോ ഇതൊക്കെ. ഈ ഒരു വെള്ളത്തേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കുറേശ്ശെ ചേർത്തിട്ടുണ്ട്. കുറേശ്ശെ മതി കേട്ടോ, കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണൊക്കെ മതി. പിന്നെ മല്ലിയിലയും പുതിനയിലൊക്കെ അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഏലക്കായ കറാമ്പൂ പട്ട അതൊക്കെ കുറേശ്ശെ എടുത്തിട്ട് അതും ഈ വെള്ളത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്, കല്ലുപ്പാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ലത്. പിന്നെ കുറച്ച് ഓയിലും ഈ വെള്ളത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, 1 സ്പൂണൊക്കെ മതി.
അത് അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് നാരങ്ങ നീര് മാറ്റി വെച്ചിരുന്നല്ലോ, അതും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ചെമ്പ് അടച്ച് വെച്ചിട്ട് തീയ നല്ലോണം ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മസാലയൊക്കെ ഉണ്ടാക്കിയതല്ലേ, അപ്പോൾ അടുപ്പിൽ നല്ല കനലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വേഗം വെള്ളമൊക്കെ തിളച്ച് വന്നോളും. അപ്പോൾ തന്നെ നമുക്ക് മസാല റെഡിയാക്കിയിട്ട് ചെമ്പുക്കൊക്കെ മാറ്റാം. അപ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കിയ ഒരു ഉരുളിക്ക് ഞാൻ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ തീക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിൽ മസാല തേച്ചപ്പോൾ ഫസ്റ്റ് സുർക്ക ചേർത്ത് കൊടുത്തിനല്ലോ. സുർക്ക ചേർത്ത് കൊടുക്കണത് എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ ഉടഞ്ഞു പോവാതെ വെക്കാനാണ് കേട്ടോ. അതേപോലെ തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണതും അതിനാണ്. നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കാതെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കന് പിന്നെ നല്ലോണം വെന്താണ്ട് എല്ലുമെന്നൊക്കെ വേറിട്ട് പറ്റങ്ങോട്ട് ഉടയും, അപ്പോൾ വിളമ്പോ ഉണ്ടാവില്ല. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുള്ളതല്ലേ, നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിനാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇത് വിളമ്പുമ്പോൾ നമ്മൾ കാണും കൂടി ഇല്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് മാക്സിമം നന്നാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നോക്കൽ. അപ്പോൾ ആ ഒരു മസാലയ്ക്ക് ചിക്കനൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി മിക്സാക്കി മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, അപ്പോൾ ഒക്കെ പാകമാണ്. അങ്ങനെ ദാ ബിരിയാണി ചെമ്പുക്ക് മാറ്റിയാണ് കേട്ടോ ഇനി മസാല. അപ്പോൾ ബിരിയാണി ചെമ്പുക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിന് ആദ്യം. അപ്പോൾ ഇതിക്ക് ആ ഒരു പിന്നെ ഉരുളിയോട് കൂടിയിട്ട് തന്നെ ഇതിക്ക് മസാല ഇടാമെന്ന് വിചാരിച്ചൊന്ന് ആദ്യം ഒന്ന് നോക്കിയിട്ടോ, പക്ഷേ ചാടണില്ല. പിന്നെ ഈ നിലത്തേക്ക് എങ്ങാനും ചാടിയ പിന്നെ പണിയേക്കാരം. അപ്പോൾ ഞാനിങ്ങനെ ഒരു പാത്രം എടുത്തിട്ട് അങ്ങനെ കോരിയിട്ട് കൊടുത്തിട്ടേക്ക് പിന്നെ കുറച്ച് ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, മസാല ഒന്നിങ്ങനെ അഴിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സവാളയൊക്കെ നമ്മൾ നല്ലോണം വഴറ്റിയെടുത്തതാണ്, അതേപോലെ തന്നെ ചിക്കനും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിന് വല്ലാതെ വെള്ളം ഇറങ്ങി വരാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെ ബിരിയാണി അടി പിടിക്കും. അപ്പോൾ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോ ടിപ്സാണ് കേട്ടോ. പിന്നെ ബിരിയാണി ചെമ്പൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മസാല കാണുമ്പോൾ എന്തത് ഇങ്ങനത്തെ കളർ എന്നൊക്കെ തോന്നും. നമ്മളെ വീഡിയോ എടുക്കണതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. പിന്നെ ലൈറ്റും വെളിച്ചമൊക്കെ കുറവായിട്ടാണ്. മസാല അടിപൊളി മസാല കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പുറത്തുനിന്നാകുമ്പോൾ പിന്നെ കുറച്ചും കൂടിയൊക്കെ ക്ലിയർ ഉണ്ടാവും. പുറത്തുമില്ല കേട്ടോ ഇപ്പോൾ ക്ലിയർ. നമ്മളെ പുറത്തത്തെ ആ ഒരു കിച്ചൻ്റെ മേലെ ഒരു ഷീറ്റ് കെട്ടിക്കണല്ലോ, ആ ഒരു ഷീറ്റ് കെട്ടിയതുകൊണ്ട് ഗതികേടാണ് ഇപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ. തീരെ ക്ലിയർ ഇല്ല. ഇനിയിപ്പോൾ ആ ഷീറ്റ് അഴിച്ചിട്ടാൽ മഴയും കൊള്ളേണ്ടി വരും. അപ്പോൾ അത് വിചാരിച്ചിട്ട് അഴിച്ചിടാതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി സവാളൊന്നും ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലേ ഇനി, അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടാണ് അതൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇത് അരിയും കഴുകി എടുക്കുന്നുണ്ട്. അരി നമ്മൾ സാധാ എടുക്കുന്ന അരി തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ബിരിയാണിക്ക് ദുൽഹാൻ എന്നുള്ള അരിയാണ് നമ്മൾ എടുക്കൽ. അങ്ങനെ അരി കഴുകി എടുക്കണോണ്ട് സവാള ഇവിടെ ഫ്രൈ ചെയ്തെടുക്കണോണ്ട് സവാളൻ്റെ അടുത്തുനിന്ന് കുറച്ചങ്ങോട്ട് മൂത്ത് വന്നാൽ പിന്നെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞിട്ടേ കാരം കിട്ടുക. അപ്പോൾ നല്ല ശ്രദ്ധ വേണം കേട്ടോ അങ്ങനത്തെ പണിയൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ സവാള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് ഞാൻ ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുത്തു. പിന്നെ ആ ഒരു എണ്ണയ്ക്ക് തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും ഉമ്മ പോയിട്ടുണ്ടായിന് കേട്ടോ. അമ്മക്ക് പുറത്ത് പോകാനുണ്ടായിന്. അപ്പം അമ്മ അങ്ങനെ പോയിട്ടുണ്ടായിന്. അപ്പോൾ ഇനി ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ചോദിക്കും സവാളയൊക്കെ പിന്നെ ഇളക്കി കൊടുക്കാനൊക്കെ ഉമ്മ അല്ലേ അവിടെ, ഉമ്മ ചെയ്യൂലേ ചോദിക്കും. ഉമ്മ എല്ലാ പണിയും ചെയ്യും കേട്ടോ. അമ്മക്ക് അങ്ങനത്തെ ഒരു മടിയില്ല. ഞാൻ വിളിച്ചിട്ടും അല്ല അമ്മ വരുന്നത്. എനിക്കിങ്ങനെ കാറ്ററിംഗ് ഒക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ ഉമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ വരും. ഞാൻ അമ്മനെ വിളിക്കാൻ മടിക്കും. കാരണം നമ്മൾ ഉമ്മനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ടല്ലോ, അമ്മക്ക് എടുക്കാൻ വെച്ചിട്ടല്ലേ നമ്മളിപ്പോൾ ഇത് ഏൽക്കണതെന്ന് വിചാരിച്ചിട്ടാട്ടോ. പക്ഷെ അമ്മ അത് കേട്ടറിഞ്ഞ് വരും. ഉമ്മാനെ കൊണ്ട് കഴിയുന്നതൊക്കെ ഉമ്മ ചെയ്തും തരും കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാൻ അരി കഴുകിയത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. ഇനിയിപ്പോൾ അരി കഴുകി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്തൊന്നും പോകില്ല, അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കും, പെട്ടെന്ന് വേവും. അപ്പോൾ വേവ് പാകത്തിന് ഊറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു പാകം അറിയൂല. വേവ് ഏറിക്കഴിഞ്ഞാൽ നമ്മളെ ചോറ് കൊളാവും ചെയ്യും. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കലാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ പിന്നെ ചോറ് ഊറ്റാനുള്ള പാത്രങ്ങളൊക്കെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കണം കേട്ടോ. ഓട്ടപാത്രങ്ങളൊക്കെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കണ്. പിന്നെ അതേപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണമുണ്ട്. പിന്നെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 2-3-4 തിള തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഊറ്റാനാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് നമ്മളെ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതുണ്ടെങ്കിൽ അതും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്തെടുക്കുന്ന സമയത്ത് അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ക്യാരറ്റ് അരിഞ്ഞതൊക്കെ ചേർത്തിന് കേട്ടോ. ക്യാരറ്റ് ഇത് വേവാനാവുന്ന സമയത്താണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. നമ്മൾ വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ ക്യാരറ്റ് ഇട്ട് കൊടുത്താൽ അതങ്ങനെ തിളച്ച് ക്യാരറ്റ് നല്ലോണം വെന്ത് ആ ഒരു കളറൊക്കെ നല്ലോണം മാറും. അപ്പോൾ അരി ഊറ്റാനാവുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ ക്യാരറ്റ് ഇട്ട് കൊടുക്കൽ. ഇപ്പോൾ ഇത് അരി ഊറ്റാനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അരി ഇങ്ങനെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേഗം
അരി ഊറ്റിയെടുക്കാൻ നിൽക്കുകയാണ്. ഇനി ഒന്നും കൂടെ പൊട്ടാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം ഇത് നല്ലോണം ഇങ്ങനെ തിളക്കന്നെയല്ല, അടുപ്പത്ത് തന്നെ കടന്നിട്ട് തിളക്കല, അല്ലെങ്കിൽ പിന്നെ ഇത് ഇറക്കി വെക്കാൻ കഴിയണം. അപ്പോൾ ഞാൻ പതുക്കെ വേവിന് ആദ്യം ഊറ്റിയിടും കേട്ടോ. താഴെയുള്ള ചോറ് പതുക്കെ വേവിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പാകത്തെ വേവായിട്ട് കിട്ടും, അല്ലെങ്കിൽ വേഗം വേവേറും. അപ്പോൾ ഇതാ എളുപ്പം ചോറ് തീക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ ഒരു സമയത്താണ് കേട്ടോ ഹെൽപ്പിന് ആൾ വേണമെന്ന് തോന്നൽ. കാരണം ഈ ചോറ് ഊറ്റിയിടുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ പറയും ചോറ് നിങ്ങൾക്ക് വറ്റിച്ചിട്ട് ചേർത്തുവിടാൻ. വറ്റിച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങനെയാണ് ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവുക, അരി തിളപ്പിച്ച് ഊറ്റിയാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയും. പക്ഷേ ഇവിടെയൊക്കെ എല്ലാവർക്കും ഇങ്ങനെ തിളപ്പിച്ച് ഊറ്റിയങ്ങാണ്ട് ബിരിയാണി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ ഈസി ആയിട്ട് തോന്നുന്നത് ആ ഒരു രീതിയിൽ ഉണ്ടാക്കുക, അതല്ല നല്ലത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് പേടിക്കാനില്ല. നേരെ മറിച്ച് വറ്റിച്ചിട്ടാകുമ്പോൾ എനിക്കൊരു പേടിയാണ്, ചോറ് വേവൂല എന്നൊക്കെ ഒരു ബേജാറാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ആകുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ അരി ഊറ്റിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടിയിൽ കൂടെ സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ സവാള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്ത എണ്ണ ഉണ്ടല്ലോ, പിന്നെ നെയ്യും സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ല നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആർക്കിച്ചിൻ്റെ നെയ്യ്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തത് മേലെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. മേലെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് അടച്ച് വെച്ചിട്ട് അടപ്പിൻ്റെ മേലെ കനലിടുമല്ലോ, ആ കനലിടുന്ന സമയത്ത് അതൊക്കെ ഒന്ന് കരിയും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് ചോറും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ കരിയൊന്നും ചെയ്യൂല. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിൻ്റെ മേലെ കനലിടും. അങ്ങനെ അതാ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് നെയ്യ് എടുത്തിരുന്നത്, ആർക്കിച്ചിൻ്റെ നെയ്യ് എടുത്തിരുന്നത് 200 ഗ്രാം നെയ്യാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 200 ഗ്രാമൊക്കെ സൺഫ്ലവർ ഓയിലും എടുത്തിട്ടുണ്ടാവും, നമ്മൾ സവാള ഫ്രൈ ചെയ്തെടുത്തപ്പോൾ ചേർത്തില്ലേ. പിന്നെ വെളിച്ചെണ്ണ അതേപോലെ തന്നെ ഒരു 250 ഗ്രാം, ഒരു 300 ഗ്രാം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് അളവ് പറയാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, അപ്പോൾ അതുകൊണ്ട് കറക്റ്റായിട്ട് അളവ് പറയാണ് കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഊറ്റിയിട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു ചെമ്പിൻ്റെ മേലെ കുറച്ച് മൈദ തേച്ച് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. നമുക്ക് പിന്നെ ബിരിയാണി ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, ആവിയൊന്നും പുറത്ത് പോവാതെ നല്ല ദമ്മായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. അലുമിനിയം ഫോയിലിൻ്റെ പേപ്പർ വെച്ചിട്ട് അടപ്പിൻ്റെ ഉള്ളിൽ അങ്ങനെ അടിച്ചു കൊടുത്താലും മതി കേട്ടോ, എന്നാലും ആവി പുറത്തേക്ക് പോകുകയൊന്നും ചെയ്യില്ല. അപ്പോൾ ഞാൻ കുറച്ച് മൈദ കലക്കിയാണ്ട് ചൂടുവെള്ളത്തിൽ കലക്കിയാണ്ട് അങ്ങനെ വെച്ചേക്കാണ്. പിന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറച്ച് ഓലക്കൊടി 3 ഭാഗത്തും ഓലക്കൊടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പാളിപ്പിച്ച് കത്തിച്ചെടുക്കുന്നുണ്ട്. നമ്മളെ ചിക്കൻ പകുതി വേവല്ലായിട്ടുള്ളൂ, കുറച്ചൊന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു 3 ഭാഗത്തു കൂടി ഞാൻ ഓലക്കൊടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തീ നല്ലോണം ഒന്ന് കത്തിയിട്ടുണ്ട്. ഇനി കനൽ കുറച്ച് ഞാൻ മേലേക്ക് ഇടുന്നുണ്ട്, ബാക്കി കുറച്ച് കനൽ അവിടെ താഴെയുണ്ട് കേട്ടോ. താഴെയുള്ള കനൽ നടുക്ക് അങ്ങനെ ഇട്ട് കൊടുക്കാൻ ഞാൻ മതി കേട്ടോ. നടുക്കത്തെ കനൽ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ നീക്കി കൊടുത്താൽ മതി, നടുക്കാണ് പെട്ടെന്ന് കരിയുക. അപ്പോൾ കനലൊക്കെ നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ആക്കി കൊടുത്തു. അതേപോലെ മേലെയും കുറച്ച് കനലൊക്കെ ഇട്ട് കൊടുത്തൊരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ തൈരൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്കുള്ള സവാളയൊക്കെ എൻ്റെ നാത്തൂൻ്റെ മോന് ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തീന് കേട്ടോ. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവാള തന്നെ ഉണ്ട്, അതിന് കുറച്ചെടുത്തുകൊണ്ട് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ. തൈര് ഉണ്ടാക്കുമ്പം ഇങ്ങനെ കുഞ്ഞതാക്കിയിട്ട് അരിയണതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ചോപ്പറിലിട്ടാൽ എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിക്കിടാനുള്ള ഉപ്പും പച്ചമുളകും ഒക്കെ അരിഞ്ഞൊക്കെ റെഡിയാക്കി ഒക്കെ ഇട്ട് കൊടുത്ത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനതൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടോ ആ ഒരു പിന്നെ തോടിൻ്റെ വക്കത്ത് വലിയൊരു വണ്ണുള്ളൊരു ഇത് കാണുന്നുണ്ട് നിങ്ങൾ, അതൊരു പാമ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിൽ പണിയെടുക്കുകയാണെങ്കിലും എൻ്റെ കണ്ണ് നാനാ വൈക്ക് വയ്ക്കാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കണ്ടതാണ് ഞാൻ. എത്രങ്ങാനും വലിപ്പം എന്നറിയാം, നല്ല വലിയ ഒരു മഞ്ഞച്ചേരിയാണ് കേട്ടത്. നമ്മളെ വീട് ഈ തോടിൻ്റെ വക്കത്തായതുകൊണ്ട് എപ്പോഴും പാമ്പിനെ കാണും. അപ്പോൾ അതതിൻ്റെ വൈക്ക് പോയി. പിന്നെ ഞാൻ അച്ചാറൊക്കെ പാത്രത്തിലാക്കിയിട്ടുണ്ടേന്. അങ്ങനെ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒക്കെ റെഡി ആയപ്പോൾ ഇതൊക്കെ മേലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, എൻ്റെ നാത്തൂൻ്റെ മോണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ. അതേപോലെ നമ്മളെ മഞ്ജുമോളും സ്കൂളിട്ട് വന്നിക്കണ്. അപ്പോൾ ഓരൊക്കെ കൂടെ കൂടിയിട്ട് നമ്മളെ ചെമ്പും അതേപോലെ തന്നെ തൈര്, അച്ചാർ, പ്ലേറ്റ്, ഗ്ലാസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് 750 രൂപയാണ് കേട്ടോ 1 കിലോന് വാങ്ങിക്കൽ, ചിക്കൻ ബിരിയാണിക്ക്. പിന്നെ 5 കിലോ ബിരിയാണി 30 ആൾക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവും കേട്ടോ. അതിലേറെ ഉണ്ടാവും, പക്ഷേ കണക്ക് അങ്ങനെയാണ് പറയുക. 30 ആൾക്കാണ് നമ്മൾ 5 കിലോന് ബിരിയാണി പറയുക. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ 30 പ്ലേറ്റും 30 ഗ്ലാസും കൊടുക്കും. പിന്നെ അതിലേക്കുള്ള തൈരും അച്ചാറും അതാണ് കേട്ടോ നമ്മൾ അതൊക്കെ ഈ ഒരു 750 രൂപയിൽ പെടും കേട്ടോ 1 കിലോനിൽ.
അങ്ങനെ നമ്മളെ ബിരിയാണിയൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ ആയിട്ടുണ്ടേനി. 11:45 ആയപ്പോഴാണ് നമ്മൾ ദമ്മിട്ടത്. 1 മണിക്കൂറോളം ദമ്മിൽ കടന്ന്, 1 മണിക്കൂറിലേറെ കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മണിയൊക്കെ ആവാനായപ്പോഴാണ് ഒരു ഫുഡ് കൊണ്ടുപോകാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് വാർപ്പിനുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ വാർപ്പ് കഴിഞ്ഞിട്ടൊന്നുമില്ല, കഴിയാനയക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു വന്ന് ഫുഡൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ ഇത് കൊണ്ടുപോകുന്നത്. ഒരു 3-4 വീട് അപ്പുറമുള്ള വീട്ടിലേക്കാണ്. അങ്ങനെ അൽഹംദുലില്ലാ ഇന്നത്തെ കാറ്ററിങ്ങും നല്ല റാഹത്തായിട്ട് തന്നെ കഴിഞ്ഞു. അപ്പോൾ ഒരു ബിരിയാണിയൊക്കെ കൊണ്ടുപോയി കഴിച്ചിട്ട് നല്ല അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. നല്ല ബിരിയാണിയേനി, നല്ല ടേസ്റ്റ് ഉണ്ടായിനി എന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ.